സൂറത്തുൽ മാഊൻ വിശുദ്ധ ഖുർആനിലെ കേവലം 7 ആയത്തുകളുള്ള ഒരു സൂറത്താണ്. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ദാരിദ്ര്യം ഭയപ്പെടുകയും ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. പലപ്പോഴും എനിക്ക് വന്ന എൻക്വയറികളിൽ എന്നോട് പറഞ്ഞ പ്രശ്നപരിഹാരം ചോദിച്ചതിലൊക്കെ ഭക്ഷണം മേടിക്കാൻ പോലും ഇപ്പം ഞെരുക്കമാണ്, പ്രയാസമാണ് എന്ന്, അത്രത്തോളം സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ പലരും ഉണ്ട്. വെറുതെ പറയുകയല്ല. എന്നാൽ നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പോൾ കയ്യിൽ സമ്പത്തുണ്ട്, അള്ളാഹു ഏറ്റി നൽകുമാറാകട്ടെ എന്ന് കരുതിയിട്ട് എപ്പോഴും അത് കയ്യിൽ ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം വരാതിരിക്കാൻ, ഇനി ദാരിദ്ര്യമുള്ള ആളുകൾ, പ്രയാസങ്ങളുള്ള ആളുകൾ, ജീവിത പ്രതിസന്ധികളിൽ ഞെരുക്കപ്പെടുന്ന ആളുകൾ, അവരൊക്കെ കൈമുതലാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മാഊൻ. എങ്ങനെയാണ് ഓതേണ്ടത് എന്നും എങ്ങനെയാണ് ഇതുകൊണ്ടുള്ള അമല് ചെയ്യേണ്ടത് എന്നും ഒക്കെ ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞു തരാം. സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ നീങ്ങാനും ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങിയിട്ട് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകാനും ഒക്കെ കാരണമായി തീരുന്ന മഹത്തായ ഒരു സൂറത്താണ് ഈ ഒരു കുഞ്ഞൻ സൂറത്ത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കട്ടെ. പല വിഷമങ്ങളും കേൾക്കുന്ന കൂട്ടത്തിൽ കേട്ട വലിയൊരു വിഷമമാണ് ഉസ്താദെ, ഭക്ഷണം വാങ്ങാൻ പോലും പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ സാമ്പത്തിക ഞെരുക്കം വന്നു ചേർന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഭക്ഷണം വാങ്ങാൻ ഞെരുക്കത്തിലാണ് എന്നൊരാൾ പറയണമെങ്കിൽ അയാൾക്ക് ഭക്ഷണം ഇപ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും, ഇല്ലേ? ദിവസവും കൃത്യമായി ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ ഉറക്കം, ഈ സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള സംഗതികളാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരിക്കുക എന്നുള്ളത്, ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്ര പ്രയാസം വന്നിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് ആ പ്രയാസങ്ങളൊക്കെ നീക്കിയിട്ട് സാമ്പത്തികമായ വലിയ പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വലിയ സൂറത്തുകളൊന്നും ഓതാൻ അറിയാത്തവരാണെങ്കിലും, വലിയ ആയത്തുകളൊന്നും ഓതാൻ അറിയാത്തവരാണെങ്കിലും, പരിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട കേവലം 7 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്തുണ്ട്. 7 ആയത്തുകൾ മാത്രമേ ഉള്ളൂ ഈ സൂറത്തിന്. ഞാൻ ആ സൂറത്ത് ഓതട്ടെ, എൻ്റെ കൂടെ നിങ്ങൾ ഓതി ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العظيم. سورة الماعون. سورة الماعون. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നത് തടയുന്ന ചില ആളുകളെ സംബന്ധിച്ചൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. പല സംഗതികളും അതിൽ പറയുന്നുണ്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ചില നിസ്കാരക്കാർ അലസന്മാരായി നിസ്കരിക്കുന്ന തോന്നും മുസല്ലികളായ ചില ആളുകളെ സംബന്ധിച്ചും ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഊൻ പറയുന്നുണ്ട്. വയംനഊനൽ മാഊൻ. ആ ചങ്ങായിമാരുടെ ഏറ്റവും ഒരു ദുർഗുണം പറഞ്ഞതാണ് എന്ത്? വെറുതെ കൊടുക്കുന്ന ചില സംഗതികളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ അയൽപ്പക്കത്തു നിന്നും ഒരു അയലത്ത് ജീവിക്കുന്ന ആൾ വന്നിട്ട് അയൽക്കാരൻ വന്ന് ചോദിക്കാൻ എന്ത്, ഒരല്പം ഉപ്പ് തരുമോ എന്ന് ചോദിച്ചു. ഒരല്പം ഉപ്പ്. എന്ത് ചെയ്യുക? നമ്മൾ പറയുന്നത് ഉപ്പുണ്ടായിരുന്നത് തീർന്നു പോയി എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ഉപ്പ് ഭരണിയിലുണ്ട് സംഗതി, ഉപ്പുണ്ടായിരുന്നത് തീർന്നു പോയി. ചില മുമ്പ് കണ്ട തീപ്പെട്ടി ചോദിച്ചു വരും. ഇപ്പം ഫുള്ള് ലൈറ്റർ ഇതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. മുമ്പൊക്കെ തീപ്പെട്ടി ചോദിച്ചു, അതായത് തീയാണ് ഈ ചോദിച്ചു വരുന്നത്. എന്ത് ചെയ്തു? തീപ്പെട്ടി ഉണ്ടായിരുന്നു, ഒരു കൊള്ളി ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞു പോയെന്ന് പറയും. ചിലപ്പോൾ ഉണ്ടാവും, അവിടെ ബാക്കി ഉണ്ടാവും. അല്ലെ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തതെന്നൊക്കെ മുമ്പ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ.
ഇത്തരത്തിൽ അതായത് നമ്മൾ വലിയ വിലയില്ലാത്ത സംഗതി, അതായത് കൊടുത്താൽ തിരിച്ചു ചോദിക്കാത്ത ചില സംഗതികളുണ്ടല്ലോ, അത്തരത്തിലുള്ള സംഗതികൾ പോലും കൊടുക്കാത്ത ചില ചങ്ങാതിമാരുണ്ട്. അത്രത്തോളം ആർപ്പിഷ്കന്മാരായ ആൾ. അവർക്കൊക്കെ വലിയ നാശമെന്ന് വിശുദ്ധമായ ഖുർആൻ അത്രത്തോളം സ്ട്രോങ്ങിൽ വിശദീകരിച്ച ഒരു സൂറത്താണ്. ചെറിയ ആയത്തുകളാണെങ്കിലും ചെറിയ അക്ഷരങ്ങളാണെങ്കിലും അല്ലെ ചെറിയ സൂറത്താണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഉള്ളടക്കം വലിയ വിശാലമായതാണ്. എത്ര ചർച്ച ചെയ്താലും തീരാത്ത വിശാലമായ ചർച്ചയുള്ളതാണ് സൂറത്തുൽ മാഊൻ. ഈ ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്യുകയാണ്, ലി തർദിൽ ഫഖർ, ദാരിദ്ര്യം അങ്ങോട്ട് നീങ്ങി കിട്ടാൻ, ദാരിദ്ര്യം ഒഴിവാക്കി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സൂറത്ത് മൻ അറാദ അയ്യത്റുദൽ ഫഖറ മിൻ ബൈത്തി, അയാളുടെ വീട്ടിൽ നിന്നും ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും ദാരിദ്ര്യം ഒഴിഞ്ഞു പോകണം, ദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടണം, ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും സന്തോഷവും ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ യഖ്റ ദാലിക്, ആ വ്യക്തി എന്ത് ചെയ്യട്ടെ, അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി പാരായണം ചെയ്യട്ടെ. എത്ര? ഇഹ്ദാ വ അർബഈന മറത്തൻ, എത്ര തവണ? 41 തവണ ഈ ഒരു സൂറത്ത് അയാൾ പാരായണം ചെയ്യട്ടെ. ആ വ്യക്തി എങ്ങനെ പാരായണം ചെയ്യുക? 41 തവണ. എന്നാൽ അയാൾക്കും അയാളുടെ ചെലവിന് കഴിയുന്ന ആളുകൾക്കും, ഭാര്യ, മക്കൾ അല്ലെ ഭർത്താക്കന്മാർ, മക്കൾ ആരൊക്കെയാണോ അവരുടെ ചെലവിന് കഴിയുന്ന ആളുകൾ, അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, അവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ ജീവിത പ്രയാസത്തെ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ്. അതുമാത്രവുമല്ല വയക്കൂനു ഫീ ഖനഫില്ലാഹി തആല ഹത്തൽ ഗദ്. എന്നാണോ ഇത് പാരായണം ചെയ്ത്, ഇപ്പോൾ 41 തവണ ഇന്നാണ് പാരായണം ചെയ്തത് എങ്കിൽ അടുത്ത ദിവസം വരെ അള്ളാഹുവിൻ്റെ ആ ഒരു ഉത്തരവാദിത്വത്തിലായിരിക്കും. അതായത് അള്ളാഹു ഇവരുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി കൊടുക്കും, ഒരു സംഗതിക്ക് മുട്ടുണ്ടാവില്ല എന്ന. ഇപ്പോൾ സാമ്പത്തിക പ്രയാസം പറഞ്ഞിട്ട് നാളെ ഇത്ര പൈസ കൊടുക്കണം, ഇത്ര പ്രയാസമുണ്ട്, ഇന്ന വിഷയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും ദുആ ഇറക്കാൻ ഏൽപ്പിക്കുമ്പോൾ പലർക്കും പറഞ്ഞു കൊടുക്കുന്ന പരിഹാരത്തിൻ്റെ മാർഗ്ഗമാണ് സൂറത്തുൽ മാഊൻ. എന്ത് ചെയ്യുക? 41 തവണ നിയ്യത്താക്കിയിട്ട് ഈ സൂറത്തുൽ മാഊൻ പാരായണം ചെയ്തേക്കുക. 41 റബ്ബേ എനിക്ക് ഇന്നത് കിട്ടാനുണ്ട്, ഇന്ന വിഷയമുണ്ട്, എനിക്ക് ഇന്നത് കൊടുക്കാൻ, ഇന്ന കടം നാളെ കൊടുത്തു തീർക്കാനുണ്ട്, അല്ലെ ഇന്ന ലോൺ നാളെ അടച്ചിട്ടില്ലെങ്കിൽ എൻ്റെ വീട് ജപ്തിയായി പോകും എന്നൊക്കെ പല വിഷമങ്ങളുള്ളവരുണ്ട്. അപ്പോൾ നല്ല നിയത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ട് റബ്ബിൻ്റെ ഖുർആനാണ് ഞാൻ ഈ ഓതുന്നത്, അള്ളാഹു പരിചയപ്പെടുത്തി തന്ന വിശുദ്ധമായ സൂറത്താണ് ഈ പാരായണം ചെയ്യുന്നത് എന്ന നല്ല നിയത്തോട് കൂടിയിട്ട് 41 തവണ ഈ ഒരു സൂറത്ത്, ഈ ഒരു കുഞ്ഞൻ സൂറത്തൊന്ന് ഓതി ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംഗതി നടപ്പാക്കി തരും. അടുത്ത ദിവസം നമ്മൾ എപ്പോഴാണ് ഓതിയ സമയം വരെ അള്ളാഹുവിൻ്റെ ആ ഒരു ദിമ്മത്തിലായിരിക്കും, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും ആ വ്യക്തി ഉണ്ടാകുക എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം ഓതണം. അപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരം ഇത് പതിവാക്കുകയാണെങ്കിൽ, സ്ഥിരമായി ഇത് ഓതുകയാണെങ്കിൽ അയാൾ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല, ഒരാളുടെ മുമ്പിലും അയാൾ യാചിക്കേണ്ടി വരില്ല, ഒരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരില്ല. അള്ളാഹു ആ വ്യക്തിയെ എന്ത് ചെയ്യും? ഏറ്റെടുക്കും. അള്ളാഹു ആ വ്യക്തിക്ക് സമാധാനം നൽകും. അള്ളാഹു ആ വ്യക്തിയുടെ കാര്യങ്ങൾ റാഹത്താക്കി കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ലിൽ ഫുതൂഹാത്തിൽ ആദീമ, വലിയ വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പേടിയാണ് പരാജയപ്പെട്ടു പോകുമോ, പലപ്പോഴും വിഷമമാണെന്ത് ഞങ്ങൾ ചെയ്താൽ ഫ്ലോപ്പായി പോകുമോ എന്നുള്ള സങ്കടം. ചിലത് അങ്ങനെ ചെയ്തിട്ട് പരാജയപ്പെട്ടത് കാരണം പിന്നൊന്നും ചെയ്യാത്ത ആളുകളുണ്ട്. വിഷമിക്കേണ്ടതില്ല, അള്ളാഹു ആണല്ലോ വിജയം നൽകുന്നവൻ. അള്ളാഹുവാണ് ഇന്ന ഫതഹ്നാ ലക ഫതഹ മുബീന, നബിയെ തങ്ങൾക്ക് വലിയ വിജയം അള്ളാഹു നൽകിയിട്ട് നമ്മളല്ലേ വിജയിപ്പിച്ചത്. ഫത്തഹ്ന, നമ്മളാണ് വിജയിപ്പിച്ചത്, റബ്ബാണ് വിജയിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് ഫത്താഹ്, റബ്ബല്ലാത്തൊരു ഫത്താഹില്ല. അപ്പം അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് പറയാണ് ഇന്ന ഫത്തഹ്ന, അള്ളാഹുവിലേക്ക് പറയാണ് എന്ത്? റബ്ബെ നീയാണ് വിജയിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വിജയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഫത്തഹ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഖ്റ സൂറത്തുൽ മാഊൻ 15 മറ, എത്ര തവണ ഓതണം? 15 തവണ സൂറത്തുൽ മാഊൻ പാരായണം ചെയ്യണം. കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും പാരായണം ചെയ്യണം. എത്ര ദിവസം? ലിമുദ്ദത്തി 11 ലൈലത്തൻ, എത്ര രാത്രിയിൽ? 11 രാത്രികൾ തുടർച്ചയായിട്ട്. ഇപ്പോൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് മുതൽ 11 ദിവസം വരെ 11 രാത്രികൾ എന്ത് ചെയ്യണം? എല്ലാ രാത്രിയിലും 15 തവണ വീതം സൂറത്തുൽ മാഊൻ അയാൾ പാരായണം ചെയ്യണം. തുടങ്ങേണ്ടത് ഏത് ദിവസമാണ് തുടങ്ങേണ്ടത്? ലൈലത്തുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം മുതലാണ് തുടങ്ങേണ്ടത്. തിങ്കളാഴ്ച ദിവസം മുതൽ ആളെന്ത് ചെയ്യണം? തുടങ്ങും. അപ്പോൾ തിങ്കളാഴ്ചയുടെ രാത്രി മുതൽ, ഇപ്പോൾ ഇന്നല്ല, ഇനി അടുത്ത വരുന്ന തിങ്കളാഴ്ച തൊട്ട് തുടങ്ങിയാൽ മതി. ഇന്നത്തെ രാത്രി കഴിഞ്ഞല്ലോ, ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത വരുന്ന തിങ്കളാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് തുടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എന്ത് ചെയ്യട്ടെ? പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. എന്നിട്ടോ ഇത് പൂർത്തീകരിക്കുന്ന ദിവസം, അതായത് 11ാമത്തെ രാത്രി ഖുൽ
15 മറത്തൻ 11ാമത്തെ രാത്രി ആ വ്യക്തി 15 തവണ ഓതണം. യാ അയ്യുഹല്ലദീന ആമനുർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ഒരു ആയത്തും അതുപോലെ തന്നെ 15 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, നബി തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും ഒരു സ്വലാത്തും ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കുക. റബ്ബ് കാര്യങ്ങൾ നടപ്പാക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? 15 തവണ ദിവസം ഓതണം. 11 ദിവസം തുടർച്ചയായിട്ട് എല്ലാ രാത്രിയിലും 11 ദിവസം തുടർച്ചയായിട്ട് എല്ലാ രാത്രിയിലും 15 തവണ വീതം ഈ സൂറത്തുൽ മാഊൻ ഓതി 15ാമത്തെ ദിവസം ഈ മാഊൻ ഓതിയതിനു ശേഷം 15 തവണ യാ അയ്യുഹല്ലദീന ആമനുർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന ആയത്തോതി. പിന്നെ അതിനുശേഷം 15 തവണ ഏതെങ്കിലും സ്വലാത്താണ് ചൊല്ലേണ്ടത്. പറ്റുന്ന ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, ഈ സ്വലാത്ത് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. ചൊല്ലിയതിനു ശേഷം സുജൂദ് 2 നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാം. റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ സുജൂദിൽ കിടന്നുകൊണ്ട് മനസ്സറിഞ്ഞ് റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ തേടിയാൽ ആ കാര്യം അള്ളാഹു നടപ്പാക്കി തരുമെന്ന്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇപ്രകാരം ഒന്ന് ചെയ്ത് എന്ത് ചെയ്യുക? നല്ല നിയത്തോടുകൂടി ചെയ്യുക. അള്ളാഹു കാര്യങ്ങൾ ഏറ്റെടുക്കും ഇൻഷാ അള്ളാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. എളുപ്പമുള്ള വഴിയായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവരിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്ന കൈമാറി വന്ന മഹത്തായ ഒരു അമൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.